ആഹാ, എനിക്ക് പണിയായല്ലോ. നമ്മുടെ ബാഗ് എടുത്തിട്ട് മാറ പെണ്ണും പിള്ള ജോലി ചെയ്യാനും സമ്മതിക്കില്ല. ഭദ്രമായിട്ട് ഇവിടെ ഇരുന്നു. ഡ്രൈവർ ഞാനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. പോലീസ് പോലീസ്! അയ്യോ, ഞാൻ പോലീസ് അല്ല. കള്ളൻ കള്ളൻ! ഞാൻ കള്ളനുമല്ല, പോർട്ടർ പോർട്ടർ. ഈ കൂലി ഏഴാം കൂലിയല്ല, വെറും കൂലി. പിന്നെ എന്തിനാ നീ പെട്ടിയെടുത്ത് ഓടിയത്? എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ ടാക്സിയിൽ വെച്ചത്? അയ്യോ, ഞങ്ങൾ പോർട്ടർമാർ ഇങ്ങനെ പെട്ടി കണ്ട വിടില്ല. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിയിൽ കയറി പോയാട്ടെ. ഞങ്ങൾക്ക് ഈ ടാക്സിയിൽ പോണ്ടെങ്കിലോ? സാറിന് ടാക്സി വേണ്ടെന്ന്. അതിലൊന്ന് കയറിയാൽ എന്തായിരുന്നു മോനെ? ഒരു നിമിഷം. അതെ, ഈ സാറന്മാരുടെ പെട്ടി ആ വണ്ടിക്കകത്തായി പോയി. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ, ഒരു 5 മിനിറ്റ്. പെട്ടിയായിട്ട് വരുമ്പോ ഇവിടെ തന്നെ കാണണേ. ഞാൻ കള്ളനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ലല്ലോ. ഏയ്, ഈ ബൈക്ക് പൊളിച്ചടിക്ക് വിറ്റേക്ക്. പെട്ടിയിൽ വല്ലതും ഉണ്ടോടെ? നോക്കട്ടെ. എല്ലാം തുള വീണത്. യുവന്മാർക്കെന്താ പഴയ ജട്ടിയുടെ കച്ചവടം ഉണ്ടോ? ദൈവമേ, എന്നെ തപ്പി എങ്ങാനും വന്നതായിരിക്കും. ഇത് നമ്മുടെ വാസുചേട്ടനല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാം. സാറിന്റെ മോളോ പെങ്ങളോ? എന്താ വയറ്റിലെങ്ങാനും ഉണ്ടായ? വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, വധു സാറിന്റെ മകളല്ല, സാറിന്റെ ശത്രുവിന്റെ മകളാണ്. ബാറുകൾ, കാറുകൾ, നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണ്. എന്നാ ഇപ്പൊ തന്നെ പോവാം. 2 പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലടേ. ആദ്യം നീ അവളൊന്ന് വളയ്ക്കണം. വളയ്ക്കാം. ഈ കോലത്തിൽ അവള് വളയില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. കൂടുതലില്ലാന്ന്. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. നീ ഒരു കോടീശ്വരനായി മാറണം മോനെ. എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടണ്ടു പോയത്? എന്ത് ജെട്ടി? അയ്യേ, അപ്പൊ നീ ഇപ്പോ? ഇല്ലെന്നേ, ആ കള്ളം കട്ടണ്ട ബാഗിലായിരുന്നില്ല അത്. ഏതായാലും റിസോർട്ടിൽ മുറിയെടുത്ത് വലിയ മണ്ടത്തരമായി പോയി. എടാ, ഇത് രാജക്കാരുടെ റിസോർട്ടല്ലേ? ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ വിഹാര കേന്ദ്രമാണിത്. എടാ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ യാദൃശ്യമായിട്ട് അവളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. എടാ, ദേ നമുക്ക് ഊണ് കഴിക്കണ 2 എണ്ണം കഴിക്കാം. ഹലോ ഹലോ, പിന്നെ വിളിക്കൂ. ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ. ഓക്കെ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. എവിടെയാ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ, ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ, ഓർഡർ പ്ലീസ്, ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ 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 ഓക്കെ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. പ്രിയപ്പെട്ട എല്ലാ റോസ് ക്ലബ് അംഗങ്ങളും ആ പെട്ടിക്കള്ളം നമ്മളെ വിരലേര് നിർത്തിയിട്ട് മുങ്ങി. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ആരാധ്യയായ ക്ലബ് പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. വരും മേഡം. ഇതിലെ വയസ്സ് 65 പ്രായം മറന്നുള്ള കോലം കണ്ടില്ലേ? ആരേത്? ഒരു തൈ കിളവിയേയും കൊണ്ടുപോകുന്നു. തൈപ്പൂയ കാവടിയാട്ടം. അവൻ പിടിക്കടാ. ഇവന്മാര് പോയില്ലേ? എന്താ പ്രശ്നം? കണ്ടില്ലേ, പട്ടാ പകൽ ഒരുത്തൻ പെണ്ണുങ്ങളോട് അവമര്യാദയെ പെരുമാറിയത്. എന്താണോ ഇത്? ഞാനാ. ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട് തകർത്തടാ. ഇനി എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവില്ല. ഇന്ദു, ഈ ആഭാസമാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. 2 പേരുടെ മേലെയും കേസ് എടുക്കാൻ പറ. മാഡം, വനിതാ ദിനം, വനിതാ മോചനവേദി,
ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലെത്തി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്താണാവോ തമ്പുരാമാർക്ക് വേണ്ടത്? സ്ത്രീ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആ നിങ്ങളോ? മാഡം ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്നൊന്ന് തിരിഞ്ഞ് കണ്ടോ, ഈ ജനല് കർത്തനക്കിട്ട് മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ആരെ കാണിക്കാനെ ചായക്കുവാരി പൂശി തേച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. മേഡത്തെ നിങ്ങൾക്ക് അറിയില്ല. ഓ ആരവര് കലക്കി ഈ പ്രോഗ്രാം കലങ്ങിയെങ്കിലേ അവരുടെ 10 താന്ന് കണ്ടത് ഇന്നാ. ഇവനാള് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. ഹായ്, താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആണാണെന്ന് ജനിച്ചപ്പോഴേ അറിഞ്ഞതാണ്. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്താ പേര്? ശർക്കര പുരട്ടി, അശോക ശർക്കര പുരട്ടി. ചക്രവർത്തി. ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു ജോലി നോക്കിയിട്ട്. ഏതുവരെ പഠിച്ചു? MBBS, MBA, BA, BH. സാധാരണ ABCD എന്നാണല്ലോ പഠിക്കുന്നത്. ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. താനോ? ഞാനൊരു വക്കീലാ. സാറിന് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നു കഴിഞ്ഞാ. വല്ല പെറ്റി കേസിനെ കൊടുക്ക് സാറേ. പെറ്റി കേസ്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്നു മുതൽ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ദിവസക്കൂലി 500 രൂപ. എന്താണോ പണി? ഞാനൊരു കോടീശ്വരിയായ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ആരാണ് പെൺകുട്ടി? പുറത്തു പറയരുത്. അത്രക്ക് മോശക്കാരിയാണോ? ഐ മീൻ ടമാർ പെടാ ഠേഠോ. അല്ലെന്ന്. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥ കോടീശ്വരിയായ രാജമല്ലിക. രാജമല്ലിക അല്ല, രാജമല്ലികയുടെ ഒരേ ഒരു മകൾ രാജലക്ഷ്മി.